ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ അളിയനും ബാലചന്ദ്രനും തമ്മിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അളിയനെക്കുറിച്ചാട്ടോ പറയുന്നത്. അളിയനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അന്നേരം അളിയൻ ചോദിക്കുകയാണ് അലീന ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ നാളെ പോകുന്നത്. ഇനി അലീന എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ യാത്രയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി അലീനയെ വിഷമമില്ലാത്തൊരു സ്ഥലത്ത് എത്തിക്കണം. അവളെ വെറുതെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്ന് പറയാണ്. അന്നേരം അളിയൻ പറയാണ് അലീന പോയി കഴിഞ്ഞാൽ ബാലേട്ടന് വിഷമാവുമല്ലോ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയാണ് അതാണ് എൻ്റെ വിഷമം. ഞാൻ പോവേണ്ട പല സ്ഥലത്ത് എന്നെ എണീപ്പിച്ച് നിർത്തിയത് അവളാണ്. ഈ കുടുംബം തകർന്നു പോവാതെ നെടുന്തൂണായി നിന്നതും അവളാ. എൻ്റെ മക്കളെ വേണ്ടതുപോലെ സംരക്ഷിച്ച് നിലനിർത്തിയതും അലീനയാണ്. അവൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. എന്നിട്ട് അളിയനോട് പറയാണ് നാളെ നേരത്തെ വരണം എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അളിയൻ പോവാണ്, സ്റ്റെപ്പിറങ്ങി പോവാണ്. ആ സമയത്ത് അലീന ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട്. അന്നേരം അദ്ദേഹം പറയാണ് പെട്ടെന്ന് കഴിഞ്ഞു, ഒരു സീരിയസ് മാറ്ററാണെന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുകയാണ് അതെന്താ അത്ര സീരിയസ്, യാത്ര പോവുകയാണോ ചോദിക്കുകയാണ്. അന്നേരം പറയാണ് അതേ യാത്ര പോവാണ്, കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് നാളത്തെ യാത്ര എനിക്ക് വേണ്ടിയാണെന്ന് ഊഹിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറയാണ്. അന്നേരം അദ്ദേഹം പറയാണ് ബാലേട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് എല്ലാം അറിയാലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് അവർ പോവാണ്. അടുത്ത സീൻ എന്ന് പറയുന്നത് മനു അലീനയെ ഫോണിൽ വിളിക്കുന്നതാട്ടോ. അലീന റൂമിൽ നിന്ന് അലക്കേണ്ട തുണിയെല്ലാം ബക്കറ്റിൽ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മനുവിനെ കാണിക്കുന്നുണ്ട്. മനു അലീനയെ വിളിക്കണോ വേണ്ടോ തീരുമാനിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മനു അലീനയെ ഫോണിൽ വിളിക്കുക കേട്ടോ. വിളിച്ച ഉടനെ തന്നെ മനു ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എടുത്തല്ലോ, തിരക്കൊന്നും ഇല്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ് ഞാൻ ഫോണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതാ പെട്ടെന്ന് എടുത്തതെന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട് എന്നെന്താ തിരക്കൊന്നും ഇല്ലേ, പണിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നത് പണിയൊക്കെ ഉണ്ട്, മനുവേട്ടനെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് സംസാരിച്ചോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ മനുവിനെ ബബിത വിളിച്ച കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അലീനയോട് പറയാണ് എന്നെ ബബി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അലീന ചോദിക്കുക എന്തിനാണ് വിളിച്ചതെന്ന് പറയുന്നു. അന്നേരം മനു പറയാണ് അലീനയുടെ കാര്യം സംസാരിക്കാനാണ്, പിന്നെ അങ്കിളെ എല്ലാവരും പറഞ്ഞു പറ്റിച്ചില്ലേ, ആ കാര്യം കൂടി പറയാനാണ് എന്നെ വിളിച്ചതെന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് നീ പോവാൻ തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ പോയാൽ മാത്രമേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളൂ എന്ന് പറയാണ്. അന്നേരം മനു പറയാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബബിതയോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബാലചന്ദ്രൻ അങ്കിളാണ്. നിന്നെ പിടിച്ചു നിർത്താൻ പറ്റിയ അവസാനത്തെ അടവായിരുന്നു അത്, അതും പൊളിഞ്ഞതോടെ ബബിത അങ്ങ് ഡൗൺ ആയിപ്പോയി എന്നൊക്കെയാണ് മനു അലീനയോട് പറയുന്നത് കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് സംസാരിക്കാൻ, എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നോട് മുന്നേ നോ പറഞ്ഞു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അന്നേരം അലീന പറഞ്ഞു അച്ഛൻ്റെ കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, രോഹിത്തിനോട് ഞാൻ പറഞ്ഞു, പിന്നെ ബബിതയോട് എനിക്ക് പറയേണ്ടി വന്നു, അങ്ങനെയാണ് ഈ കാര്യം പുറത്തു ആയത് എന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുകയാണ് എന്താണ് ഇനി പ്ലാൻ, പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്ന് പറയണം. അന്നേരം അലീന പറയാണ് ഒരു ജോലി കണ്ടുപിടിക്കണം, അതന്ന് ഞാൻ മനുവേട്ടനോട് പറഞ്ഞതല്ലേ, ഇനി പിന്നെ മാമച്ചാങ്കിളിനോടൊന്ന് പറഞ്ഞു നോക്കണം എന്ന് പറയാണ്. അന്നേരം മനു പറയാണ് ജോലിയുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്, ശരിയാക്കാൻ നമുക്കെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയാണ് വേറൊരു കാര്യമുണ്ട് മനുവേട്ട, ഞാൻ പോയി കഴിഞ്ഞാൽ മാഡത്തിനെ ഇവിടെ എത്തിക്കാനുള്ള കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ അമ്മയോട് മാഡത്തോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ മനുവേട്ട എന്നൊക്കെ പറയാണ്. പിന്നെ അലീന പറയാണ് കാര്യം കഴിഞ്ഞില്ലേ ഞാൻ വെക്കുവാണെന്ന് പറയണേ. അന്നേരം മനു പറയാണ് കുറച്ചും കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്, അടുക്കള വരെ പോവില്ലേ ഈ ഫോൺ എന്നൊക്കെ പറയാണ്. അങ്ങനെ അലീന ഫോൺ എടുത്തിട്ട് പോവാട്ടോ. മനു സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും മക്കളും ഡൈനിങ് ടേബിൾ എഴുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സീനാട്ടോ കാണിക്കുന്നത്. അലീനയും ബബിതയും ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ എവിടെയെന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞാൻ ഒരു തവണ വിളിച്ചതാ എന്നിട്ടും വന്നില്ല എന്ന്. എന്നിട്ട് അലീന പറയാം ഞാൻ വിളിച്ചിട്ട് വരാൻ രണ്ട് ചീത്ത പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ബബിത പറയുന്നുണ്ട്
വേണ്ട അലീന ചേച്ചി ഞാൻ വിളിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ വിളിക്കാൻ പോകുന്ന സമയത്ത് രണ്ടാളും കൂട്ടിയിടിക്കുക കേട്ടോ. കൃഷ്ണമോളെ ഓടി വരുന്ന സമയത്ത് അങ്ങനെ രണ്ടാളും തമ്മിൽ നല്ല വഴക്കാണ്. അന്നേരം ബാലചന്ദ്രനും രോഹിതും സ്റ്റെയർ കേഴ്സ് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്, സൗണ്ട് അങ്ങ് വീട് വരെ എത്തുന്നുണ്ടല്ലോ, നമുക്ക് മാത്രം കേട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്ക് അധികം സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല. അന്നേരം ബബിതയും കൃഷ്ണമോളും മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളും പിച്ചിക്കൊണ്ടും നുള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പോയി കഴുകി കഴുകിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴുകിയിട്ട് വരുമ്പോൾ രണ്ടാളും പിന്നെയും അടി കൂടുന്നുണ്ട്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാണ്. അന്നേരം അവർ മക്കളെ ചോദിക്കുന്നുണ്ട്, എവിടെ പോവാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ഞാൻ ഒരു ലോങ് ട്രിപ്പ് പോവാണ്, 2-3 ദിവസം കഴിയും, അല്ലെങ്കിൽ 2-3 ദിവസത്തിന് ഉള്ളിൽ ഞാൻ വരും എന്ന് പറയാണ്. നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ സുജാതേനെ ഇങ്ങോട്ട് വിടാമെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വേണ്ട ഞങ്ങൾ തന്നെ നിന്നോളാന്ന് പറയുന്നത്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ആൻറ്റിക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയാൻ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അത് വേണ്ട എന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അതെന്താ കാര്യം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവരെയും കൂട്ടിയിട്ട് രേവതിയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ഇപ്പോൾ പോകുന്നേക്കുന്നതാണ്. അന്നേരം അലീന പറയാണ്, എനിക്ക് സുഖമില്ലാതായപ്പോൾ അവളെ ഇങ്ങോട്ട് വരാൻ നിന്നതാ, എന്നിട്ട് ഞാനാ പറഞ്ഞത് ഞാൻ ഭേദമായിട്ടാകുമ്പോൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞത്, ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണോ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, ഇല്ല, അച്ഛനിപ്പോൾ 3 ദിവസം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാ പോയിട്ട് വരാമെന്ന്. അതിനെന്തിനാ എല്ലാവരെയും കൂട്ടിയിട്ട് പോകുന്നത്, നിനക്ക് തനിച്ച് പോയാൽ പോരെ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, എല്ലാവരും കൂടിയാകുമ്പോൾ ഒരു ട്രിപ്പ് പോലെ ആയില്ലേ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയാണ്. പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, ഞാൻ രേവതിക്കുട്ടിയോട് വിളിച്ച് ചോദിക്കാം, ഞങ്ങൾ വരുന്നുണ്ട്, ബുദ്ധിമുട്ടാവുമോ എന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ബസ് അവളോട് തന്നെ ചോദിക്കണം, നിൻ്റെ രേവതിക്കുട്ടി കേട്ട പാതി കേൾക്കാത്ത പാതി വന്നോളൂ എന്ന് പറയും, അത് വേണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം അലീന പറയാണ്, ആൻറ്റിയോടും അങ്കിളിനോട് ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അത് വേണ്ട, നിനക്ക് തരുന്ന ഫ്രീഡം ഇവർക്ക് കിട്ടണം എന്നില്ല, അവർക്ക് അതെല്ലാം ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം ബബിത പറയാണ്, ഞങ്ങൾക്ക് പോകണം, ഭൂരിപക്ഷം നോക്കാം ആർക്കൊക്കെ പോകണം എന്നൊക്കെ പറയാണ്. അന്നേരം എല്ലാവരും കൈപൊക്കാം കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അപ്പോലെ നിങ്ങൾ പ്ലാനല്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അന്നേരം ബബിത പറയാണ്, ഇപ്പം പ്ലാനാണ്, ഞങ്ങൾക്ക് പോകണം എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ശരി, നിങ്ങളെ ഇഷ്ടം പോലെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയുകയാണ്. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആസ്വദിച്ച് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. പിന്നെ വൈജയന്തിയായിട്ടോ കാണിക്കുന്നത്, രാവിലെ കൈ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല കേട്ടോ. കമലേട്ടത്തിന്ന് വിളിക്കുക കേട്ടോ, പക്ഷേ കമലേട്ടത്തി ഒന്നും കാണുന്നില്ല. പാത്രമൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അന്നേരം വൈജയന്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഇവരെവിടെ പോയി, ശിവേട്ടനെയും കാണുന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. എവിടെയും പോകും എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് മനു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്നത്. ആ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട്, മനു എവിടെ പോവാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, ഞാൻ ഒന്ന് ടൗൺ വരെ പോവാണ്, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറഞ്ഞു, ഇല്ല, രാവിലെ ഒരു ചായ കുടിച്ചു, വേറൊന്നും കഴിച്ചില്ല എന്ന് പറയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, വേണം, ഞാൻ കഴിക്കാൻ വരുവാണ് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാണ്. കമലയെടുത്തി എവിടെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടാവും, പിന്നെ എവിടെ പോകാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു അടുക്കളയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ കാണുന്നില്ലല്ലോ, എവിടെ പോയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ശിവേട്ടനെയും കാണുന്നില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് മനു വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേനെ അടുക്കളയിലൊന്നും കാണുന്നില്ല എന്ന് പറയാണ്. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അവിടെ ഒന്നും കാണുന്നില്ല, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു ഫ്രിഡ്ജിൽ നോക്കാൻ പോവാം കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, ഫ്രിഡ്ജിനൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട് അച്ഛൻ കോട്ടയത്ത് പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു, പോയി കാണുമെന്ന് പറയുന്നു. അന്നേരം വൈജയന്തി പറയുകയാണ് എന്നാൽ എനിക്കും പോവായിരുന്നു എന്ന് പറയുന്നു. അന്നേരം മനു ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് നിങ്ങൾ കോട്ടയത്ത് പോകുന്നതെന്ന് പറയുന്നത്. അന്നേരം വൈജയന്തി പറയാണ് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ട്, 2-3 മാസമായി വാങ്ങിക്കാണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽസ് ഇല്ലേ, അവിടെ നിന്ന് വാങ്ങിയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയാണ് അത് എൻ്റെ അടുത്തല്ലല്ലോ, അവിടെ കയറണമെങ്കിൽ അലീനയുടെ പാസ് വേണ്ടേന്നൊക്കെ കുറ്റപ്പെടുത്തി പറയാം കേട്ടോ പിന്നെയും. അന്നേരം മനു പറയുന്നുണ്ട് എന്തിനാ ആൻറ്റി ഇങ്ങനെ പറയുന്നത്, അലീന ഇതുവരെ നിങ്ങളെ ടെക്സ്റ്റൈൽസ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. ആ കടയിൽ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ, എല്ലാം പഴയ സാധനങ്ങളല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം മനു പറയുന്നുണ്ട് ഇത്ര നാൾ അവിടുത്തെ സാധനങ്ങളല്ലേ ഉപയോഗിച്ചിരുന്നത്, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നോ ഒക്കെ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈജയന്തി കമലെടുത്ത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ.